നിറയെ പോഷക ഗുണങ്ങളുള്ള ബ്രൊക്കോളിയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ബ്രൊക്കോളി കാണുമ്പോൾ ഇനി വാങ്ങാതിരിക്കേണ്ട, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന തണ്ടുഭാഗമൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. സാധാരണ കോളിഫ്ലവറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനീഗറൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം മാത്രം മതി. ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഒരു 2-3 പ്രാവശ്യം നല്ലവണ്ണം ഉലച്ച് കഴുകിയെടുക്കണം. അതിനുശേഷം കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ തണ്ട് ഭാഗവും ഞാൻ എടുക്കുന്നുണ്ട്. അത് നല്ല കനം കുറഞ്ഞ് അരിയാമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. ഇത് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടായി ചൂടാകുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. കടുക് ഇട്ട് പൊട്ടിയ ഉടനെ തന്നെ ഇത്രയുമാണ് പെരുംജീരകം ചേർക്കുന്നത്. നല്ലവണ്ണം തീ കുറച്ചിട്ടിട്ട് വേണം പെരുംജീരകം ചേർക്കാനായിട്ട്. ജീരകം പെട്ടെന്ന് എണ്ണ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരും. അത്രയും മാത്രം മതി. അതായത് കരിഞ്ഞു പോകരുത്. ഉടനെ തന്നെ സവാള ചേർക്കുക. 2-3 പച്ചമുളക് കൂടെ ചേർക്കുക. സവാളയൊക്കെ കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കണേ. അതുപോലെ തന്നെ സവാളയ്ക്കൊന്നും പ്രത്യേക അളവൊന്നുമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ചേർക്കാം. ചിലവർക്ക് മെഴുക്ക് പുരട്ടിയിൽ ഒരുപാട് സവാള ചേർക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. അത്രയും മാത്രം മതി. ഇതിലോട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കുക. കുറച്ച് മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരല്പം ചേർത്താൽ മതി. ചിലർക്ക് മുളക് പൊടി ഇടുന്നത് ഇഷ്ടമല്ല മെഴുക്ക് പുരട്ടിയിൽ. അങ്ങനെയുള്ളവർ ചേർക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ മുളക് ചതച്ചത് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പൊടികൾ ഇട്ടതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒന്ന് ഇളക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം വേണ്ട. ഇനി ഇതിൽ ക്യാരറ്റാണ് ചേർക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞ ക്യാരറ്റ് അതുകൂടെ ചേർക്കുക. കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും ചേർക്കുക. ബ്രൊക്കോളി അരിഞ്ഞത് ഒരു 3 കപ്പ് ഉണ്ടെങ്കിൽ 1 കപ്പ് ക്യാരറ്റ് ചേർക്കുക. അതായത് ബ്രൊക്കോളിയുടെ അളവ് കൂടുതലായിട്ട് നിൽക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബ്രൊക്കോളിയും ക്യാരറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടിക്ക് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ. ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല. ഒരു 1/4 ഭാഗം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ട് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി അതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഉപ്പൊക്കെ ഇട്ടത് കാരണം തീ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് വീണ്ടും ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് മൂടി കൊടുക്കണേ. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഈ ക്യാരറ്റും ബ്രൊക്കോളിയൊക്കെ ഒരുപോലെ കനം കുറഞ്ഞ് അരിഞ്ഞത് കാരണം രണ്ടും ഒരുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് മിഴമിഴാന്നിരിക്കും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക മണവുമാണ്. ഇനി ലാസ്റ്റ് ചേർക്കുന്നത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ആദ്യമേ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് കാരണമാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. നിങ്ങൾ ആദ്യമേ വെളിച്ചെണ്ണ കടുക് പൊട്ടിക്കാൻ വേണ്ടി ചേർക്കുന്നെങ്കിൽ ഇപ്പോൾ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ബ്രൊക്കോളി തോരൻ വെക്കുന്നതിലും നല്ല ടേസ്റ്റാണ്. എളുപ്പവുമാണ്, ടേസ്റ്റുമാണ് ഇങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ. പ്രത്യേകിച്ച് ക്യാരറ്റും ബ്രൊക്കോളിയും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നേരത്തെയൊക്കെ ഞാനിതിൻ്റെ തോരനായിരുന്നു കൂടുതലും വെക്കാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്കിപ്പം മെഴുക്കുവരട്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.